മല്ലിക ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ ഒരു ഭാഗ്യം ചെയ്ത അമ്മയാണ്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സുകുമാരൻ സിനിമാ പ്രേക്ഷകർക്കായിട്ട് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ തന്നു. മല്ലിക ചേച്ചിയും ഒരുപാട് കഥാപാത്രങ്ങൾ തന്നു, ഇപ്പോൾ തന്നുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ സുകുമാര ചേട്ടനും മല്ലിക ചേച്ചിയും കൂടിയിട്ട് നമുക്ക് കഴിവറ്റ രണ്ട് കലാകാരന്മാരെ തന്നു. ഒന്ന് ഇന്ദ്രജിത്ത്, ഒന്ന് പൃഥ്വിരാജ്. അപ്പോൾ ഭാഗ്യം ചെയ്ത അമ്മയല്ലേ. ഈ അമ്മയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താണ്? അമ്മ താമസിക്കുന്ന എറണാകുളത്തെ ഫ്ലാറ്റിൽ വെള്ളം കയറി. പ്രളയകാലത്ത് അവിടെ വെള്ളം കയറി. അതുമല്ല, 4-5 കൊല്ലമായിട്ട് മല്ലിക ചേച്ചിയുടെ ഏറ്റവും വലിയ തലവേദനയും അതായിരുന്നു. വെള്ളം കയറിയിട്ട് വലിയൊരു ഉരുളിയിൽ മല്ലിക ചേച്ചീനെ എടുത്ത് കൊണ്ടുപോകണ ഭാഗമൊക്കെ നമ്മൾ കണ്ടതാണ്. പാവം അവിടുന്ന് അതിൻ്റെ ഉള്ളിൽ കിട്ടുന്നതൊക്കെ വലിച്ചു വാരി കൊണ്ടുവന്ന് അപ്പോഴേക്കും സംഘടന ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് ഒരു വിധം കരയ്ക്ക് എത്തിച്ചു. അപ്പോൾ ഇതെന്താണ് മല്ലിക ചേച്ചിയുടെ വീട്ടിൽ വെള്ളം കയറാൻ കാരണം? മല്ലിക ചേച്ചി ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരുപാട് പരാതികളും കാര്യങ്ങളും കൊടുത്തു. ഒന്നും നടന്നില്ല. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര വീടിൻ്റെ അടുത്ത് ഒരു വലിയൊരു കനാലുണ്ട്. വെള്ളം വന്നാൽ ആ കനാലിൽ നിന്ന് വെള്ളം പുറത്തു പോവില്ല. കനാലിൻ്റെ ഒഴുക്ക് അവിടെ തടസ്സപ്പെട്ടു. ആ വെള്ളം മുഴുവൻ, ആ ചെളി വെള്ളം, വൃത്തികെട്ട വെള്ളം മുഴുവൻ മല്ലിക ചേച്ചിയുടെ ഫ്ലാറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുക. എന്ത് കഷ്ടമാണെന്ന് നോക്കിയേ. അപ്പോൾ ഇതിനൊരു പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഇനി ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ആർക്കാണ്? നമ്മുടെ കേരളം ഭരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി സാറിന്. അദ്ദേഹത്തിന് പരാതി കൊടുത്തു. അദ്ദേഹം അത് പഠിച്ചു. അദ്ദേഹം എന്തുണ്ടായി? ആ കനാല് വൃത്തിയാക്കി കൊടുത്തു. അതോടുകൂടി ഇപ്പോൾ വെള്ളക്കെട്ട് എന്ന് പറഞ്ഞുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ വെള്ളപ്പൊക്കം വന്നാലും മല്ലിക ചേച്ചിയുടെ വീട്ടിലേക്ക് വെള്ളം കയറില്ല. അതൊരു ഭാഗ്യമല്ലേ. അപ്പോൾ മല്ലിക ചേച്ചി പറഞ്ഞാൽ എൻ്റെ പ്രശ്നം തീർക്കാനായിട്ട് മുഖ്യമന്ത്രിക്കേ സാധിച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്നാണ് മല്ലിക ചേച്ചി പറയുന്നത്. അത് ശരിയാണ്. പിന്നെ അടുത്ത ചോദ്യം എല്ലാവരും ചോദിക്കുന്നത് എന്താ വെച്ചാൽ, മല്ലിക ചേച്ചിയും ജഗതി ശ്രീകുമാറുമായിട്ട് എന്താണ് പിരിയാൻ കാരണം എന്നുള്ളത്. ആ കാരണം മല്ലിക ചേച്ചി പറഞ്ഞത് എന്താണ്? മല്ലിക ചേച്ചിയും ജഗതി ശ്രീകുമാറും കൂടി കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവിടെ നിന്നാണ് സിനിമാ ഭ്രാന്ത് തലയ്ക്ക് പിടിച്ച് അവർ മദ്രാസിലേക്ക് വണ്ടി കയറിയത്. അങ്ങനെ അവരവിടെ ചാൻസുകൾ അന്വേഷിച്ച് നടന്ന് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും, കുടിക്കാൻ പോലും കഞ്ഞിയും വെള്ളം ഇല്ലാണ്ട് ഒരുപാട് ആ ചെന്നൈയിലെ ചൂട്ടത്ത് കിടന്ന് നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വിധം പതുക്കെ കരപറ്റിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ജഗതി ശ്രീകുമാറിന് ഒരു അവിഹിത ബന്ധം, വേലക്കാരി ഒരു അവിഹിത ബന്ധം ഉണ്ടായി. അപ്പോൾ അത് അറിഞ്ഞപ്പോഴാണ് ഇവർ പിരിഞ്ഞത്. അതല്ലാണ്ട് മറ്റുള്ളവർ പറയുന്ന പോലെയുള്ള അങ്ങനെ വേറൊരു ഇതൊന്നല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ സുകുമാരനെ കണ്ട് അദ്ദേഹം നമ്മുടെ മല്ലിക ചേച്ചി പ്രേമമായിട്ട് അങ്ങനെ കഴിഞ്ഞു പോയത്. എന്തായാലും അത് നന്നായെന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മല്ലിക ചേച്ചിയെ പോലെയുള്ള നല്ലൊരു അഹങ്കാരമില്ലാത്ത, തലക്കനയില്ലാത്ത ഒരു അമ്മയെ കിട്ടി. അതുപോലെ തന്നെ 2 മക്കളെ തന്നു. സിനിമാ ലോകത്തിന് സംഭാവന ചെയ്ത അമ്മയ്ക്ക് ഇരിക്കട്ടെ ഇന്നത്തെ ഗുഡ് സല്യൂട്ട്.